Assalamualaikum warahmatullahi ta'ala wabarakatuh. Bismillah, walhamdulillah, wassalatu wassalamu ala rasulillah wa ala alihi wa sahbihi ajma'in amma ba'd. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട മുത്താലിം സുഹൃത്തുക്കളെ, സയനിസം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഞാൻ ഇവിടെ ചില കാര്യങ്ങൾ പറയാൻ പോകുന്നത്. ഫലസ്തീൻ കത്തിയമരുകയാണ്. സമാധാന ചർച്ചകൾക്ക് ഫലം കാണുന്നില്ല. ഫലസ്തീനികൾക്ക് ഇത് നിലനിൽപ്പിന് പ്രശ്നമാണ്. സ്വന്തം നാട്ടിൽ പോലും അന്യരാകുന്ന വിഭാഗം തലമുറ അറ്റുപോകും വിധം കുഞ്ഞുങ്ങൾ ആശുപത്രിയിൽ, സ്ത്രീകൾ, ഇങ്ങനെ നീളുന്ന നഷ്ടത്തിന്റെ ലിസ്റ്റ് ഇവിടെയാണ് സയനിസം ചർച്ചയാകുന്നത്. ഏറെ ശ്രദ്ധേയമായ വിഷയം ചർച്ച ചെയ്യാൻ ഈ സാഹിത്യവേദി വഴിയൊരുക്കിയത് ഏറെ പ്രത്യാശയുള്ളതാണ്. ഞാൻ വിഷയത്തിലേക്ക് കടക്കാം. ജൂതമത തീവ്ര ചിന്തയുടെ പ്രത്യശാസ്ത്രമാണ് സയനിസം. 1897 മുതൽ ജൂതമത വിശ്വാസികൾക്ക് സ്വന്തമായ ഒരു രാഷ്ട്രം വേണമെന്ന ചിന്തയിൽ നിന്ന് തിയോഡർ ഹർലസിന്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ടതാണ് അഥവാ ആദ്യകാല പ്രീ സയനിസം. നൂറ്റാണ്ടുകളായി ഫലസ്തീൻ അധിവസിച്ചു പോന്നിരുന്ന അവരുടെ നാട്ടിലേക്ക് കുടിയേറിപ്പാർത്ത് ആ രാജ്യത്തെ വീങ്ങി തങ്ങളുടെ വെറുതിയിലാക്കുന്ന, കരലലിയിപ്പിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. സാമ്രാജ്യ ശക്തികളായ അമേരിക്ക, ബ്രിട്ടനും അതിന് വഴിയൊരുക്കി വെച്ചു. 1948 ഇസ്രായേൽ ഒരു ജൂതമത രാഷ്ട്രമായി പ്രഖ്യാപിച്ചത്. ഇതിന് സമ്മതം മൂളിയ UN-ഉം ഇസ്രായേലും ഒരു ജൂതമത രാഷ്ട്രമായി പ്രഖ്യാപിക്കുമ്പോൾ ജാതി മതഭേദമന്യേ എല്ലാവരെയും ഉൾക്കൊള്ളാം എന്ന വ്യവസ്ഥ അംഗീകരിച്ചായിരുന്നു. പ്രീ സയനിസത്തിന്റെ ലക്ഷ്യം പൂർത്തീകരിച്ചെങ്കിലും രാഷ്ട്രീയ സയൻസിന്റെ ചിന്ത അതായിരുന്നില്ല. അതൊരു മതതീവ്ര ചിന്തയായിരുന്നു. ഇവിടെ തങ്ങൾ മാത്രമേ പാടുള്ളൂ എന്ന മതതീവ്ര ചിന്തയായിരുന്നു അത്. ഇതിനെതിരെ പിന്നീടുണ്ടായ UN-ന്റെ നടപടികൾക്ക് പോലും ഫലം കണ്ടില്ല. 18 ലക്ഷം വരുന്ന ഫലസ്തീനികൾ ആകെ 20% ആളുകളാണ്. ന്യൂനപക്ഷം ഫലസ്തീനികളെ വെറുതിൽ വരുത്താൻ 60 പര നിയമങ്ങൾ അവിടെയുണ്ട്. രൂപീകരണ സമയത്ത് അവർക്ക് നൽകിയ വാഗ്ദാനം, അവർക്ക് നൽകിയ വില എന്തെന്ന് നമ്മെ ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഇവിടെ എവിടെയാണ് സമത്വ ബോധമുള്ളത്? അവരുടെ ലക്ഷ്യം ഉറച്ചതായിരുന്നു. കിടക്കാൻ ഒരിടം കൊടുത്തവരെ പുറംകാലു കൊണ്ട് തട്ടി ഭീകര വർഗീയതയുടെ ചിത്രങ്ങൾ തുടങ്ങിയിട്ട് നാളുകൾ പിന്നിട്ടു. ഹിറ്റ്ലറിൽ നിന്നും മുസോളിയിൽ നിന്നും തങ്ങൾ അനുഭവിച്ച പീഡനങ്ങൾക്ക് മറുപടി ചോദിക്കും വിധമാണ് ലോകത്തിന്റെ നാനാഭാഗത്തും ചിതറി കടക്കുന്ന ജൂത ഇസ്രായേൽ തമ്പടിച്ചിരിക്കുന്നത്. അംഗസംഖ്യ വലിപ്പമല്ല, ആശയബലമാണ് അവർ നേടിയെടുക്കുന്നത്. യുദ്ധക്കൊതിയന്മാരായ അമേരിക്ക, ബ്രിട്ടനും അവർക്ക് വേണ്ട എല്ലാ ഒത്താശയങ്ങളും ചെയ്തു കൊടുത്തു. ആയുധ വിൽപ്പനയുടെ തങ്ങളുടെ സാമ്പത്തികവും രാഷ്ട്രീയവുമാണ് ഈ അംഗികൾ കൊതിക്കുന്നത്. ഹമാസ് തങ്ങളെ കീഴടക്കുമെന്ന് ഭയപ്പെടുന്ന ഇസ്രായേൽ യുദ്ധമാനദണ്ഡങ്ങൾ പോലും പാലിക്കാതെയാണ് അക്രമങ്ങൾ അയച്ചുവിടുന്നത്. സ്വന്തം മക്കൾ പിടഞ്ഞു വീഴുന്നത് കാണുന്ന രക്ഷിതാക്കൾ, കുഞ്ഞുങ്ങൾക്ക് മുമ്പിൽ ചേതനയേറ്റ് കിടക്കുന്ന ഉമ്മമാർ മരണം മുമ്പിൽ കണ്ടിട്ടും അസ്തിത്വത്തിന്റെ നിലനിൽപ്പിന്റെ പ്രാധാന്യം ഓതിക്കൊടുക്കുന്ന ഉമ്മമാരെ മറ്റെവിടെയാണ് നാം കാണുന്നത്? ഫലസ്തീൻ ഒരു അത്ഭുതമാണ്. അവരുടെ ആത്മധൈര്യത്തെ തകർക്കാൻ ഒരു മിസൈലുകൾക്കും സാധിച്ചില്ല. പിറന്ന നാട്ടിൽ ഓടി ഒളിക്കേണ്ട അവസ്ഥയെ അവർ ആത്മധൈര്യം കൊണ്ട് നേടിയെടുക്കും. പാൽ കൊളുത്ത കൈകളിൽ കൊത്തിയ പാമ്പ് അവർക്ക് മുന്നിലെയും. സയനിസ്റ്റ് പ്രത്യശാസ്ത്രത്തെ തച്ചുടച്ച് നിലനിൽപ്പിന്റെ പുതിയ പുലരിയെ കാത്തിരിക്കുന്ന ഫലസ്തീനികൾക്ക് ഐക്യതാണ്ടോ? അതിനെന്ത് വില കൊടുക്കേണ്ടി വരുമെന്ന് നിർവചിതം അതീതമാണ്. ആ സൂര്യോദയം നമുക്ക് പ്രതീക്ഷിക്കാം. വാഹ് ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.